بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അല്ലാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. أعد الله لهم عذابا شديدا إنهم ساء ما كانوا يعملون. വചനം 15. അഅദ്ദല്ലാഹു അല്ലാഹു ഒരുക്കിയിരിക്കുന്നു, ലഹും അവർക്ക്, അദാബൻ ശദീദൻ കഠിന ശിക്ഷ, ഇന്നഹും നിശ്ചയമായും അവർ, സാഅ വളരെ ദുഷിച്ചത്, എത്രയോ ദുഷിച്ചത്, ചീത്ത, മോശം, മാ കാനൂ അവർ ആയിരുന്നത്, യഅ്മലൂൻ പ്രവർത്തിക്കും. അള്ളാഹു അവർക്ക് കഠിനമായ ശിക്ഷ ഒരുക്കിവച്ചിരിക്കുന്നു, കാരണം നിശ്ചയമായും അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയോ ദുഷിച്ചതാണ്. اتخذوا أيمانهم جنة فصدوا عن سبيل الله فلهم عذاب مهين. വചനം 16. ഇത്തഖദു അവർ ആക്കിത്തീർത്തു, ഐമാനഹും അവരുടെ സത്യങ്ങളെ, ആണകളെ, ജുന്നതൻ ഒരു മറവ്, തടവ്, പരിച, ഫസദ്ദു അങ്ങനെ അവർ തടഞ്ഞു, അൻ സബീലില്ലാഹി അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന്, ഫലഹും അതിനാൽ അവർക്കുണ്ട്, അദാബും മുഹീൻ അപമാനകരമായ ശിക്ഷ, നിന്ദിക്കുന്ന ശിക്ഷ. തങ്ങളുടെ സത്യങ്ങളെ അവർ ഒരു തടവാക്കി തീർത്തു, അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നു അവർ ജനങ്ങളെ തടഞ്ഞു, അതിനാൽ അവർക്ക് അപമാനകരമായ ശിക്ഷയുണ്ട്. لن تغني عنهم أموالهم ولا أولادهم من الله شيئا أولئك أصحاب النار هم فيها خالدون. വചനം 17. ലൻ തുഗ്നിയ ധന്യമാക്കുക ഇല്ല തന്നെ, പരിഹരിക്കുക, ഉപകരിക്കുക, തടയുക, ഐശ്വര്യമാക്കുക ഇല്ല തന്നെ, അൻഹും അവർക്ക്, അവരിൽ നിന്ന്, അംവാലുഹും അവരുടെ സ്വത്തുക്കൾ, വല ഔലാദുഹും അവരുടെ സന്താനങ്ങളും മക്കളും ഇല്ല, മിനല്ലാഹി അല്ലാഹുവിങ്കൽ നിന്ന്, ഷൈഅൻ ഒട്ടും, ഒന്നിനെയും, യാതൊന്നും, ഉലൈക അക്കൂട്ടർ, അസ്ഹാബുന്നാരി നരകക്കാരാകുന്നു, ഹും ഫീഹ അവർ അതിൽ, ഖാലിദൂൻ നിത്യവാസികളാണ്, ശാശ്വതന്മാരാണ്. അവരുടെ സ്വത്തുക്കളാകട്ടെ അവരുടെ സന്താനങ്ങളാകട്ടെ അവർക്കു അള്ളാഹുവിങ്കൽ നിന്നുണ്ടാകുന്ന യാതൊന്നും പരിഹരിക്കുന്നതേയല്ല, അക്കൂട്ടർ നരകത്തിന്റെ ആൾക്കാരാകുന്നു, അവരതിൽ നിത്യവാസികളായിരിക്കും. 14 മുതൽ 16 വരെ വചനങ്ങളുടെ വിശദീകരണം. മുനാഫിക്കുകൾ അഥവാ കപടവിശ്വാസികളെക്കുറിച്ചാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിക്കുന്നത്. അള്ളാഹുവിന്റെ ശാപകോപത്തിന് പാത്രമായ യഹൂദരുമായി അവർ കൂട്ടുകെട്ടും സ്നേഹബന്ധവും പുലർത്തിപ്പോരുകയും മുസ്ലിങ്ങൾക്കെതിരായ ഗൂഢാലോചനകളിൽ അവരെ സഹായിക്കുകയും ചെയ്യും. മുസ്ലിങ്ങളോടുള്ള വിദ്വേഷമല്ലാതെ ഇരു കൂട്ടരെയും തമ്മിൽ യോജിപ്പിക്കുന്ന മറ്റു ബന്ധങ്ങളൊന്നുമില്ല. അവർ യഹൂദികളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണോ? അല്ല. എന്നാൽ മുസ്ലിങ്ങളാണോ? അതുമല്ല. ചുരുക്കത്തിൽ അള്ളാഹു മറ്റൊരു സ്ഥലത്ത് പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമല്ലാതെ ആടിക്കളിച്ചു കൊണ്ടിരിക്കുകയാണവർ. മുദബ്ദബീന ബൈന ദാലിക ലാ ഇലാഹാ ഉലാഇ വലാ ഇലാഹാ ഉലാ. തങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ചവരാണെന്നും ഇസ്ലാമിന്റെ ഗുണകാംക്ഷികളാണെന്നും
അവർ ആവർത്തിച്ച് ശപഥം ചെയ്തുകൊണ്ടിരിക്കും. തങ്ങളുടെ യഥാർത്ഥ നില വെളിച്ചത്താകാതിരിക്കുന്നതിനുള്ള ഒരു മറവായി അവർ ആ കള്ളസത്യങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു. മാത്രമല്ല, വാസ്തവമറിയാത്ത ശുദ്ധാത്മാക്കളായ മുസ്ലിങ്ങൾ അത് കേട്ട് വഞ്ചിതരാവുകയും ചെയ്യും. ഈ കപടന്മാർക്ക് കനത്ത ശിക്ഷയെക്കുറിച്ച് അള്ളാഹു ശക്തിയായി താക്കീത് ചെയ്തിരിക്കുന്നു. അള്ളാഹു തുടരുന്നു: